ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മനോഹറിനോട് രതീഷും അതുപോലെ തന്നെ നമ്മുടെ വേലും കൂടി കാണുമ്പോൾ സംസാരിക്കുന്നുണ്ട്. രതീഷ് പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും നീ സരുവിന്റെ മുമ്പിലൊന്നും പോയി പെടാതിരിക്കുക, അവൾ എങ്ങനെയെങ്കിലൊക്കെ നിന്നെ കൊന്നാ മതി എന്ന് പറഞ്ഞ് നടക്കുക എന്ന് പറയുമ്പോൾ മനോഹർ പറയണ്ട്, അവൾ എന്നെ കൊന്നാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാൻ എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് പരോളിൽ ഇറങ്ങിയത്, ഞാൻ എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ശ്രമിക്കും എന്ന് പറയുമ്പോഴേക്കും രതീഷ് പറയട്ടെങ്കിലേ അവള് ഇനി ജയിലിലേക്ക് പോകും, നീ മണ്ണിന്റെ അടിയിലേക്ക് പോകും, അതിലേക്ക് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം എന്തും ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് രതീഷ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാം കേട്ടോ. മനോഹർ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ്. മനോഹർ മനസ്സിൽ വിചാരിക്കേണ്ടത്, എന്തൊക്കെ സംഭവിച്ചാലും ഇനി ഭൂമി തലകീഴായിട്ട് മറിഞ്ഞാലും താൻ തന്റെ കുഞ്ഞിനെ കാണും, അതിനുശേഷം അവൾ തന്നെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ, പക്ഷെ തന്റെ മോളെ കാണാൻ വേണ്ടി താൻ ജീവനോടെ ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് തന്റെ മോളെ കൺകുളൊക്കെ കണ്ട് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നതൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, അവൾക്ക് മിഠായിക മേടിച്ചു കൊടുത്ത് അവളുടെ കൂടെ നിന്നിട്ട് താൻ ജയിലിൽ പോകുന്നുണ്ടെങ്കിൽ ജയിലിൽ പോകുള്ളൂ, അല്ലെങ്കിൽ താൻ മരിക്കണമെങ്കിൽ മരിക്കട്ടെ എന്ന് തന്നെ മനോഹർ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിക്കണം. അതേസമയം സരിയുവാണെന്നുണ്ടെങ്കിൽ രണ്ട് ഗുണ്ടകളെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ആ ഗുണ്ടകൾക്ക് മനോഹറിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കാണ്. ഇവൻ ഇത്രയും നാള് ജയിലിലായിരുന്നു, ഇന്ന് രാവിലെ പരോളിൽ ഇറങ്ങി, ഇവനെയാണ് നിങ്ങൾ കൊല്ലേണ്ടത്. അത് വളരെ സുഖമാണ് മാഡം, കാരണം ഇവന്റെ കൂടെ വേറെ ആരും ഇല്ലെന്നല്ലേ മാഡം പറഞ്ഞത്. അതെ, ഇവൻ ഒറ്റക്കാണ്, അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇതുപോലെ തന്നെ സിമ്പിൾ ആണ്, മല മറിക്കാന്നൊക്കെ പറഞ്ഞ് കുറെ ഗുണ്ടകൾ എന്റെ കയ്യിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് ഇവനെ കൊല്ലാനായിട്ട്, എന്നിട്ട് ഒന്നും നടന്നില്ല, എന്റെ പൈസ പോയത് മിച്ചം, അതുപോലെ എങ്ങാനും ആകും ഇത് എന്ന് സരിയു ചോദിക്കുമ്പോൾ ഗുണ്ടകൾ പറഞ്ഞു, അയ്യോ മാഡം ഒരിക്കലും അങ്ങനെയൊന്നും ആവില്ല, ഞങ്ങളെ മാഡം വിശ്വസിച്ചോ, ഇനി മാഡത്തിന്റെ ഫോണിലേക്ക് വരാൻ പോകുന്ന കോൾ എന്ന് പറയുന്നത് മനോഹർ മരിച്ചു എന്ന് പറഞ്ഞ കോളായിരിക്കും. അങ്ങനെ ആയാൽ കൊള്ളാം, ഇതൊരു വെറും ഒരു അഡ്വാൻസ് മാത്രമാണ്, ഇനി നിങ്ങൾക്ക് തരാൻ നമ്മുടെ പ്രതിഫലം ഇതിന്റെ ഡബിൾ ഇരട്ടിയാണ്. ശരി മാഡം, ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വരാം. അവനിപ്പോ ഇവിടെ തെണ്ടിത്തിരി നടക്കണ്ടാവും, ഒരു ബൈക്ക് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, അവൻ ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. ഏതെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്തെങ്ങാനും കിട്ടുകയാണെങ്കിൽ അവന് തട്ടിക്കളയാൻ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെ ആവശ്യമില്ല, ഒരാളുടെ ആവശ്യമുള്ളൂ. അവന് പൊക്കോ മണ്ണോ ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പൊണ്ണത്തടിയാണ്, അതായത് അവനെ മേലനങ്ങാണ്ട് പണിയെടുക്കുന്നവനാണ്, മനസ്സിലായോ? അതുകൊണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് അവനെ കീഴ്പ്പെടുത്താൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് പോകാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കിരണിനെയാണ്. കിരണിങ്ങനെ എവിടെന്നോ കിരണിന് ഈ ഗംഗപ്രസാദിന്റെ കൂട്ടുകാരെ കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് ഗംഗപ്രസാദിനെ സഹായിക്കുന്ന ആ ഗുണ്ടകളുണ്ടല്ലോ, അവരെ കിരണിന്റെ കൺമുമ്പിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ കൺമുമ്പിൽ കിട്ടിയതും കിരൺ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവരെ ഇടിച്ച് തകർക്കുക കേട്ടോ. അവര് രക്ഷപ്പെടാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും കിരൺ മാക്സിമം തന്റെ എല്ലാ ശക്തി എടുത്തിട്ട് അവരെ ഇടിച്ച് തോൽപ്പിക്കുകയാണ്. ശേഷം അവരെ കൊണ്ട് ചോര ഛർദ്ദിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവര് സത്യം പറയുന്നുണ്ട് കേട്ടോ. എവിടെയാണ് ഗംഗപ്രസാദ് എന്നുള്ള സത്യം പറയുന്നില്ല. അവസാനം കിരൺ പറയുന്നുണ്ട്, നോക്ക് ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോണത് ഇഞ്ചിഞ്ചായിട്ടുള്ള ഞാൻ കൊന്നുകളയും, നിങ്ങള് വേദന അറിഞ്ഞറിഞ്ഞ് നിങ്ങൾ മരിക്കും. അങ്ങനെ മരിക്കണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും സത്യം പറയണം. ജീവൻ പകുതി പോയല്ലോ, ഇനിയെങ്കിലും സത്യം പറഞ്ഞൂടെ? ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ മരിക്കാൻ വേണ്ടി നടക്കുന്നത്? അതുകൊണ്ട് സത്യം പറ, എവിടെടാ ഗംഗപ്രസാദ്, പറയടാ എന്നൊക്കെ പറഞ്ഞിട്ട് മുഖമൊക്കെ ഇങ്ങനെ അടിച്ചൊരു വിധമാക്കാട്ടോ. അവസാനം അവര് പറയുന്നുണ്ട്, ശരി ഞാൻ പറയാം എന്ന് കിരണിനോട് പറയാണ്. എങ്കിൽ പറ, എവിടെയാണ് ഗംഗപ്രസാദ് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, ഇങ്ങനെ കടപ്പുറത്തൊരു സൈഡിലൊരു ചെറിയൊരു വീടുണ്ട്, അവിടെയാണ് ഈ ഗംഗപ്രസാദ് ഇപ്പൊ നിൽക്കുന്നത് എന്ന് പറയുന്നത്. അവിടെ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോ കിരൺ പറയുന്നുണ്ട്, നോക്ക് ഞാൻ അവിടെ പോണ വരെ നിങ്ങൾ അവനെ ഫോൺ പോലും വിളിക്കരുത്, അതിനെ വേണ്ടിയിട്ട് നിങ്ങളെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് ഞാൻ എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് കിരൺ അറിയാവുന്ന സ്ഥലത്തിന് രണ്ട് ഗുണ്ടകളും കെട്ടിയിടാട്ടോ. കാരണം അവര് മറ്റേ ഗംഗപ്രസാദിനെ വിളിക്കുകയോ കോണ്ടാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യരുതല്ലോ, രക്ഷപ്പെടുകയോ ചെയ്യരുതല്ലോ, അതുകൊണ്ട് തന്നെ അവരെ മാറ്റി നിർത്താണ്. ശേഷം കിരൺ ആ ഒരു കടൽ തീരത്തിന് അടുത്തേക്ക് പോകാണ്. അവിടെ എവിടെയാണ് ഗംഗപ്രസാദ് കിരണ് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കിരൺ അവിടെ പോവുകയും ഗംഗപ്രസാദിനെ കണ്ടുപിടിക്കുന്ന ഭാഗം പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ക്ലിയർ ആയിട്ടോ. അതായത് ഗംഗപ്രസാദ് നാളെ കിരണിന്റെ കയ്യിലേക്ക് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കിരൺ പെരുമാറുന്നുണ്ട്, നല്ലതായിട്ട് അടിക്കുന്നുണ്ട്. ഗംഗക്കാണെന്നുണ്ടെങ്കിൽ മുന്നിലൂടെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഗംഗക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതിനുള്ള കരുത്തൊന്നും ഗംഗപ്രസാദിനില്ല. അവിടെ നിന്ന് എങ്ങനെയൊക്കെ പുറകെ കൂടി വന്ന് കുത്തുക, പുറകെ കൂടി വന്ന് ചതിക്കുക, അതുപോലെ തന്നെ വെറുതെ എവിടെന്നെങ്കിലും ഓടിപ്പോകുക, അങ്ങനത്തെ കുറച്ച് കഴിവുകളും ഉള്ളൂന്നുണ്ടെങ്കിലും ഒരാൾ നേർക്ക് നേരെ വന്ന് അടിക്കാൻ വന്നിങ്ങനെ ഗംഗപ്രസാദിന് അതിന് എതിർക്കാനുള്ള കഴിവും കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ കിരണിന്റെ എല്ലാ അടിയും കൊണ്ടിട്ട് ചത്ത പോലെ കിടക്കുന്നുണ്ട് ഗംഗപ്രസാദ്. ചത്തോ ഇല്ലയോ എന്നൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കും. അതേസമയം മനോഹറിനെ തപ്പി ഗുണ്ടകൾ ഇങ്ങനെ നടക്കാട്ടോ. അവസാനം അവർക്ക് മനോഹറിനെ കിട്ടുന്നുണ്ട്. ഈ മനോഹർ ആണെങ്കിൽ ഇങ്ങനെ ബൈക്കിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മനോഹറിനെ കാണുന്നത്. അത് കാണുന്നതും ഗുണ്ടകൾ വേഗം തന്നെ മനോഹറിന്റെ പുറകിൽ ഫോളോ ചെയ്ത് പോവാണ്. അങ്ങനെ ആളൊഴിഞ്ഞൊരു സ്ഥലത്തുമ്പോഴേക്കും മനോഹറിന്റെ ബൈക്കിന്റെ മുൻപിൽ കൂടി അവര് ബൈക്ക് ഇങ്ങനെ കൊണ്ട് വെക്കാട്ടോ, മനോഹറിനെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ. മനോഹറിന് അപ്പൊ തന്നെ കാര്യം മനസ്സിലായി, തന്നെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ പോയിന്റ് ചെയ്തിട്ട് തന്നെയാണ് ഒരാൾ വന്നിരിക്കുന്നതെന്ന്. മനോഹർ ബൈക്കിൽ
നിന്ന് ഇറങ്ങേണ്ട താമസം അതിലൊരു ഗുണ്ട വേഗം തന്നെ മനോഹറിന്റെ അടുത്തേക്ക് വരുവാണ്. മനോഹറിന്റെ അടുത്തേക്ക് ശരിക്കും നോക്കുന്നുണ്ട്. മനോഹർ ചോദിക്കേണ്ടത് നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഞങ്ങൾ നിന്റെ കാലനാടാ എന്ന് പറയാണ്. മനോഹറിന്റെ കാര്യം മനസ്സിലായി. ഇത് വേറെ ആരുമല്ല, സരിയു ഏർപ്പാടാക്കിയ ആളുകളാണ് മനോഹറിന് അപ്പൊ തന്നെ മനസ്സിലായിട്ടോ. മനോഹർ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കൊല്ലാനാ വന്നെങ്കിൽ കൊന്നോ, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ 2 ദിവസത്തെ എനിക്ക് സമയം വേണം, ഞാൻ മരിക്കാനും തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്, നിങ്ങൾ എന്നെ കൊല്ലേണ്ട പോലും ആവശ്യമില്ല, ഞാനൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പരോളിന് ഇറങ്ങിയത്, അത് കഴിഞ്ഞിട്ട് നീ കൊന്നോ എന്നൊക്കെ പറയുമ്പോഴേക്കും പിന്നെ നിന്റെ സൗകര്യത്തിനെ കൊല്ലാനേ നിൽക്കല്ല ഞങ്ങള്, നീ മരിക്കേണ്ടവനാണ്, നീ മരിച്ച ഞങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞ ഗുണ്ടകൾ മനോഹറിനെ ഭയങ്കരമായിട്ട് അടിക്കാട്ടോ. ആ ഭാഗത്തുനിന്ന് ആരും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ മനോഹറിന് നല്ല രീതിയിൽ അടി കൊള്ളുന്നുണ്ട്. അതിനുശേഷം ആ ഗുണ്ട എന്താ ചെയ്യാന്ന് വെച്ചാൽ മനോഹറിന്റെ 2 കൈയും തിരിച്ച് പുറകിൽ ഇങ്ങനെ മനോഹരൻ തിരിച്ചൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അതിലൊരു ഗുണ്ട മനോഹറിന്റെ 2 കൈയും പിടിച്ച് തിരിച്ചിട്ട് പുറകിലേക്ക് ഇങ്ങനെ കെട്ടി ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോഴേക്കും മനോഹറിന്റെ മുമ്പിൽ വേറൊരു ഗുണ്ട വരുന്നുണ്ട്. അയാളുടെ കയ്യിൽ നല്ല മൂർച്ചയുള്ള ഒരു വലിയ കത്തി ഉണ്ട് കേട്ടോ. ആ കത്തിയായിട്ട് മനോഹറിന്റെ അടുത്തേക്ക് വരുവാണ്. ആ സമയത്ത് മനോഹറിന്റെ മനസ്സിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ തന്നെ പൊന്നു മോളുടെ മുഖം മാത്രമേ മനോഹറിന് ഓർമ്മയുള്ളൂ. എന്റെ മോളെ, എനിക്ക് നിന്നെ ഇനി കാണാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ, ഈ അവസ്ഥയാണല്ലോ എനിക്ക് വന്നതെന്നൊക്കെ മനോഹറിന് വിഷമമാവുന്നുണ്ടെങ്കിൽ പോലും മനോഹർ എതിർത്തൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഗുണ്ട മനോഹറിന്റെ വയറ്റിനിട്ട് തന്നെ കുത്തുവാട്ടോ. അങ്ങനെ മനോഹറിന് നല്ല രീതിയിൽ കുത്തു കിട്ടുന്നുണ്ട്. അപ്പൊ മനോഹറാണോ അതോ ഗംഗപ്രസാദ് ആണോ മരിച്ചെന്നുള്ളത് നാളത്തെ എപ്പിസോഡ് വരുമ്പോഴേ അറിയുള്ളൂ. ഗംഗപ്രസാദിനെ കിരൺ ഇത്ര പെട്ടെന്ന് പിടിക്കുമോ എന്നുള്ളത് നമ്മൾ ആരും വിചാരിച്ചില്ല. കാരണം വീക്കെൻഡ് പ്രൊമോയിൽ അങ്ങനത്തെ ഒരു സംഭവം കാണിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗംഗപ്രസാദിനെ ശരിക്കും കിരൺ പിടിക്കുന്നുണ്ട്. പിടിക്കാൻ മാത്രമല്ല, ഗംഗപ്രസാദ് നല്ല രീതിയിൽ തന്നെ പെരുമാറണമുണ്ട് കേട്ടോ. അത് മാത്രല്ല, നമ്മുടെ സ്റ്റെഫിക്കും പരോള് കിട്ടുന്ന എന്തോ ഒരു ഭാഗം ഇനി വരാൻ പോകുന്നു കേട്ടോ. കാരണം ഇനിയിപ്പോ സ്റ്റെഫി ഇപ്പൊ കുറെ നാളായില്ലേ കിടക്കുന്നത്. പിന്നെ സ്റ്റെഫി വലിയൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആൾമാറാട്ടത്തിന്റെ പേരിലാണ് സ്റ്റെഫി ജയിലിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെഫിയും ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റെഫിക്കുള്ള പണി വരാൻ കിടക്കുന്നേ ഉള്ളൂ. കാരണം ഗംഗപ്രസാദിന്റെ കൂട്ടാളിയാണല്ലോ സ്റ്റെഫി. ഗംഗപ്രസാദിന് എന്തെങ്കിലും പണി കൊടുക്കുകയാണെങ്കിൽ അത് സ്റ്റെഫിക്കും തീർച്ചയായിട്ടും കിട്ടും. അതുകൊണ്ട് തന്നെ സ്റ്റെഫിക്കും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി കിരണിന്റെ കയ്യിൽ ഗംഗപ്രസാദിന് കിട്ടുവാണെങ്കിൽ കിരൺ ഇനി മറത്തൊന്നും ചിന്തിക്കില്ല. കാരണം കൊല്ലുക തന്നെയുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഗംഗപ്രസാദ് തലക്ക് വില പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ ആര് ഗംഗേനെ കൊന്നാലും അത് ജയിലിൽ കിടക്കാനോ അതുപോലെ തന്നെ ശിക്ഷ കിട്ടാനോ ഒന്നും പോകുന്നില്ല. കാരണം വലിയൊരു തുക തന്നെയാണ് ഗംഗപ്രസാദ് തലക്ക് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ തുക കയ്യിൽ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ കിരൺ എന്തായാലും നമ്മുടെ ഗംഗപ്രസാദിനെ കൊല്ലുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതേ സമയത്ത് മനോഹറാണെന്നുണ്ടെങ്കിൽ തന്റെ കുഞ്ഞിനെ കാണണം, തന്റെ കുഞ്ഞിന് 2 ദിവസം ഒന്ന് കയ്യിലെടുക്കണം, തന്റെ കുഞ്ഞ് കൺകുളിർക്കെ കാണണം എന്നൊരു ആഗ്രഹം കൊണ്ട് പരോളിന് ഇറങ്ങിയ മനോഹറിന്റെ അവസ്ഥയും അത് തന്നെയാണ് കേട്ടോ. മനോഹറിനെ ഗുണ്ടകൾ കൊല്ലുന്ന രീതി തന്നെയാണ് കാണിച്ചത്. കത്തി വെച്ച് കുത്തുന്നുണ്ട്. പിന്നെ ഒരു ബ്ലഡ് മയമാണ് ഫുള്ളും കാണിക്കണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗംഗപ്രസാദിനും മനോഹറിനും എന്ത് പറ്റിയെന്നുള്ളത് തന്നെയാണ് നാളത്തെ എപ്പിസോഡിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.